ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JF കിച്ചൻ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. പാലൂദ എന്നാണ് ഇതിന് പറയുന്നത്. നോമ്പിനൊക്കെ നമ്മൾ തരിക്കഞ്ഞൊക്കെ കുടിക്കുന്ന അതേ രീതിയിൽ സെർവ് ചെയ്യുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിളാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്ന് നോക്കാം. പാലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം വീറ്റ് ഫ്ലോർ ആയാലും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മൈദ ഈ വെള്ളത്തിൽ അങ്ങ് കലക്കിയെടുക്കുക. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ മൈദ മാത്രം ഇങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കും. നമുക്കതാണ് വേണ്ടത്. അപ്പം ഞാൻ 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ട് എടുത്തതാണിത്. മുകളിൽ ഇങ്ങനെ മൈദ മാത്രം അടിയിലേക്ക് ഊറിയിട്ട് ആ വെള്ളം മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ മുകളിലുള്ള വെള്ളം അങ്ങ് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ആ മൈദ മാത്രം മതി. അപ്പോൾ അതാ ഞാൻ ആ മൈദ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അതിനി ചെയ്യാനായിട്ട് പോകുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ് 2 ഗ്ലാസ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പകുതിയോളം വെള്ളം അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. നമ്മളിതെല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇതേപോലത്തെ 2 പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു 1/4 പീസൊക്കെ ഉള്ളിയേ ഉള്ളൂ. അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്താൽ മതി. നമ്മൾ തരിയൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. കാരണം അത് പെട്ടെന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മൈദയൊക്കെ വേവാതെ കിടക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ മൈദയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ വിടാതെ ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി. അപ്പം നമുക്കതങ്ങ് കുറുകി കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ടിയായിട്ട് വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കാം. ഒരുപാട് വറ്റിച്ചെടുക്കണ്ട. ഒരുപാട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഞാനിപ്പോൾ ഓഫാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ സവാളയും ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 മുതൽ 3 വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് അണ്ടിയും മുന്തിരി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോളുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നട്ട്സും കിസ്മിസും സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യോട് കൂടി തന്നെ ചൂടോടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അതിന് ശേഷം മാത്രം ഇളക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്ക് നല്ല കറക്റ്റ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. നോമ്പിന് മാത്രമല്ല അല്ലാത്ത സമയത്ത് നമുക്കിത് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു ഐറ്റം ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.